ഹലോ ഗൈസ്, രാവിലത്തെ ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും വൈശാട്ടൻ്റെ പ്രധാന പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. ഈ ഒരു പരിപാടി വൈശാട്ടന് വളരെ ഇഷ്ടമുള്ള കാര്യം, ചെടി നടുക, പരിപാലിക്കുക, ഇതൊക്കെ കേട്ടോ. അപ്പം ഞാനതിങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മളെ അല്ലൂട്ടം വരുന്നത്. ഓണം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ചെക്ക എങ്ങനെയാട്ടോ, ഇതുവരെ വൈശാഖേട്ടൻ ചെടി നടന്ന് നോക്കി നിന്നവനാണ്. എൻ്റെ കയ്യിൽ ക്യാമറ കണ്ടെന്ന് കണ്ടപ്പോൾ മെല്ലെ ഇരുന്ന് പൂക്കളം തൊട്ട് നിൽക്കുകയാണ്. ഇത് ഇപ്പോഴത്തെ പുതിയ പോസാണ്. വേറെ എടുത്തിയാണെങ്കിൽ അച്ഛൻ്റെ വയ്യാലെ നടന്നിട്ട് പണി പഠിക്കാൻ തോന്നുന്നു. വെയിൽ കൊള്ളല്ലേ മോളെ എന്ന് പറയുമ്പോൾ അകത്തേക്ക് കയറി വരും കേട്ടോ. ആക്ച്വലി ഈ വീട്ടിൽ ചെടി നടണം, ചെടി മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ആകെ ഒരു വിചാരം വൈശാട്ടിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും ഞങ്ങൾ ആരും മര്യാദയ്ക്ക് നിൽക്കാറില്ല എന്നുള്ളതാണ് പരമാർത്ഥമായിട്ടുള്ള സത്യം. ഓക്കെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലീവിന് വരുമ്പോഴും വൈശാട്ടം പുതിയ ചെടികൾ നടുന്നു, ഉള്ള ചെടികൾ പരിപാലിക്കുന്നു, ഒക്കെ സെറ്റാക്കിയിട്ട് പോകും. എന്നിട്ട് ഏട്ടൻ തന്നെ പറയും, ഞാൻ എന്തിനപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്, അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഇതൊന്നും ഇവിടെ കാണൂല എന്നുള്ളത്. സത്യമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നനച്ച് കൊടുക്കും, ചില സമയത്തൊക്കെ എനിക്ക് മൂഡ് വരുമ്പോൾ ചെയ്യുന്നല്ലാതെ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള സാധനം ഞാൻ ചെയ്യാറില്ല. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഒക്കെ ചെയ്യണം, ചെടിയൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ മടി, എന്ത് ചെയ്യാൻ, ആ രണ്ടക്ഷരം എന്നെ വിട്ടൂലെന്നേ. ഇവള് ചിലപ്പം അങ്ങനെ ആയി വരികയായിരിക്കൂലേ. ഏട്ടൻ്റെ വയ്യാതെ നടപ്പ് കണ്ടിട്ട് ഞാൻ പറയാണ് കേട്ടോ. പക്ഷേ അതും വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ചൂല് കയ്യിൽ കിട്ടുക, അടിച്ചു വരിക എന്നൊക്കെയുള്ളത് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു അത്രേ. ഭയങ്കര ഇഷ്ടമായിരുന്നു അലക്കാൻ, അടിച്ചു വാരാനൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണത്. അപ്പം അതുപോലെയൊക്കെ ആയിരിക്കും ഇവളും ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കാണിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പെണ്ണുന്നെ പോലെ തന്നെ മടിച്ചാവാനാണ് സാധ്യത. ആ ചെടിച്ചട്ടീനൊക്കെ വക്ക് പൊട്ടിച്ചാൽ കൂട്ടിൽ കിടക്കുന്നുണ്ട്. ബെല്ലയാണ് കേട്ടോ. ഈ ചെടിയൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണ് ഒപ്പിച്ചതെന്നല്ലേ. വയനാട്ടിൽ അമ്മമ്മേനെ കൊണ്ടാക്കാൻ പോയില്ലേ, അമ്മമ്മേൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അമ്മമ്മയും കുറച്ച് വയ്യല്ലോ, അത് മടിയെന്നല്ല പറയണ്ട. അമ്മമ്മയ്ക്ക് മടിയെന്നൊന്നും അടുത്ത് കൂടെ പോയില്ല. അമ്മമ്മ ഒരു നേരം കിട്ടിയ എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുമെന്നാണ് നോക്കാറ്. പക്ഷേ ചെടിയൊക്കെ കുറേ പോയി. എൻ്റെ മാമൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ അവിടെ ഫുള്ള് പല കളേഴ്സ് ഡാലിയും ഒക്കെ വീഡിയോയിൽ കണ്ടൊരു ഓർമ്മയ്ക്കുണ്ട് കേട്ടോ. പണ്ടും കുറേ ചെടികളുണ്ടായിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ പോയി. എന്നാലും അമ്മമ്മ വെച്ച് പിടിപ്പിച്ചതെന്നാണ് ഇപ്പം ഏട്ടൻ ഇങ്ങോട്ട് കൊടുത്തയച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഏട്ടൻ ചെയ്യുന്നുണ്ട്. എത്രത്തോളം ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അറിയില്ല, എന്നാലും നമുക്ക് ശ്രമിക്കാം അല്ലേ. ഇനി കുറച്ച് ചെടി നട്ടിട്ട് തന്നെ കാര്യം. ഏട്ടനല്ല, ഞാനും ചെയ്യും ഗൈസ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഞാനും ഏട്ടനും രണ്ട് ധ്രുവങ്ങളിലുള്ള വ്യക്തികളാണ്. കാരണം ഞാനൊക്കെ പറയുന്നത് ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ ചെറിയ മുറ്റം മതി, അതാകുമ്പോൾ അടിച്ചു തരാൻ സുഖമാണല്ലോ എന്നാണ്. പക്ഷേ വൈശാഖേട്ടനൊരു കൺസെപ്റ്റ് വെച്ചാൽ വീടുണ്ടാക്കുകയാണെങ്കിൽ വലിയ മുറ്റം വേണം, ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൊരു വീട് വേണം. ഇതൊക്കെയാണ് ഏട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. എല്ലാ കാര്യത്തിലും ഞങ്ങൾ അങ്ങനെ, ഞാൻ കുറേ സംസാരിക്കും, ഏട്ടൻ കുറച്ചേ സംസാരിക്കും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഏട്ടൻ വളരെ കാമാണ്. അങ്ങനെ ഞങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഡിഫറെൻ്റ് ആകുമ്പോഴാണ് മാച്ചായി പോവുള്ളൂ അല്ലേ. രണ്ടും പാട് ഒരേ സ്വഭാവമായ മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പം അച്ഛനോട് കുട്ടി എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നൊക്കെ ചില സമയം നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവസാനം വെയിലും കൊണ്ട് രണ്ടും നടക്കുന്നുണ്ട്. പനിയൊന്ന് കുറഞ്ഞ് തലയൊന്ന് പൊങ്ങിയപ്പോൾ തുമ്പിക്ക് കളിയൊക്കെ വന്ന്. കഴിഞ്ഞ ദിവസം തുമ്പി ഭയങ്കര സൈലൻ്റ് ആണ്, അത് കണ്ടിട്ട് എന്തോ പോലെ ആവുന്നു എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. പേഴ്സണലി ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. തുമ്പമ്മയ്ക്ക് ഇപ്പോൾ പനിയൊക്കെ കുറവുണ്ട് കേട്ടോ, അവൾ ഓക്കെയാണ്. അവരൊക്കെ പണി എടുക്കുകയാണെങ്കിൽ എൻ്റെ പുത്രൻ ഇതാണ് മെയിൻ പരിപാടി, വണ്ടി ഓടിച്ച് അതിലെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അവരുടെ പണികളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്, ബൈ.